മുരിങ്ങയില ദോശയുടെ കൂടെ വെളുത്തുള്ളി ചട്നി ചേർത്ത് കഴിക്കാം. ഇത് ഹെൽത്തിയും കഴിക്കാൻ നല്ല രുചിയുമാണ്. ദോശ മാവിലേക്ക് മുരിങ്ങയില ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ചൂടായ പാനിൽ നല്ലെണ്ണ ഗ്രീസ് ചെയ്ത് 1 സ്പൂൺ ദോശമാവും മുരിങ്ങയിലയും ചേർന്ന് കൂട്ടൊഴിച്ച് പരത്താം. 1 സ്പൂൺ നല്ലെണ്ണ അതിന് മുകളിൽ ഒഴിക്കാം. എന്നിട്ട് മൊരിച്ചെടുക്കാം. ഇനി ചട്നി ഉണ്ടാക്കാം. 20 വെളുത്തുള്ളി, 10 കൊച്ചുള്ളി, എരിവിനനുസരിച്ച് മുളക്, ഒരു ചെറിയ പീസ് പുളിയും അരയ്ക്കാം. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് ഈ അരച്ച ഉള്ളിക്കൂട്ട് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും ഒരു ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്ത് നല്ല മൊരിഞ്ഞ മുരിങ്ങയില ദോശയുടെ കൂടെ കഴിക്കാം. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. മുരിങ്ങയില കഴിച്ചാൽ എനർജി ലെവൽ കൂടും. വൈറ്റമിൻസും മിനറൽസും അയണും സമ്പുഷ്ടമായ മുരിങ്ങയില ഈ രീതിയിൽ ദോശയുടെ കൂടെ ആവിയിൽ വേവിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ പോഷകാംശങ്ങൾ മുഴുവനും നമുക്ക് കിട്ടും. മുരിങ്ങയില എപ്പോൾ കിട്ടിയാലും കഴിക്കാൻ മടിക്കല്ലേ.